ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അനുഭവങ്ങൾ പാളിച്ചകളിൽ നമ്മളുടെ കൺസൾട്ടിങ് ഇവൻറ്റുകളിലുണ്ടായ ഒരുപാട് അനുഭവങ്ങളും അതിൽ നിന്നുള്ള പാഠങ്ങളുമാണ്. പലപ്പോഴും സംരംഭകർക്ക് ഏറ്റവും ഗുണപ്രദമാവുന്ന ഒരുപാട് ലെസൺസ് ഇതിലൂടെ കിട്ടാറുണ്ട്. ഒരുപാട് കോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ സന്തോഷമാണുള്ളത്. ഇന്നത്തെ അനുഭവം ഒരു കോസ്മെറ്റിക് ബ്രാൻഡിനെ കുറിച്ചാണ്. കേരളത്തിലുള്ള ഒരു കോസ്മെറ്റിക് ബ്രാൻഡ്. കോസ്മെറ്റിക് ബ്രാൻഡുകൾ വലുതാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഓൾറെഡി ഉള്ള ഒരു മേഖലയാണ്. മാർക്കറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. ഓൾറെഡി ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളോട് നമ്മൾ മത്സരിക്കേണ്ടി വരും. മൾട്ടിനാഷണൽ ബ്രാൻഡുകൾ വരെ ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. എല്ലാ പൊസിഷനിലും ബ്രാൻഡുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്ര എളുപ്പമല്ല. അങ്ങനെ കുറേ കാലമായി, ഏകദേശം ഒരു 7-8 വർഷമായി മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് നമ്മളെ സമീപിക്കുകയാണ്. നമ്മളെ പലപ്പോഴും ആളുകൾ സമീപിക്കുക ഏറ്റവും അവസാന കാലഘട്ടത്തിലൊക്കെയാണ്. അത് വളരെ കഷ്ടമാണ്. കാരണം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്. അവർക്ക് കുറച്ചുകൂടി നല്ല വെൽനസ് ടിപ്പുകളുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊടുക്കാൻ കഴിയും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെപ്പോലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ആളുകൾ വരുന്നത് മരിക്കാറാകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡിന് വേറെ മാർഗ്ഗമൊന്നുമില്ല, പൂട്ടിക്കെട്ടാം, ഏറ്റവും അവസാനമായിട്ട് ഇവരെ കൂടി ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കാം എന്നുള്ള അവസ്ഥയിലാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. അതിൻ്റെ ഒരു വിജയ കഥയാണ് ഞാൻ വളരെ ആഹ്ലാദപൂർവ്വം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ വരികയാണ്. ഇവർ കഴിഞ്ഞ ഒരു 8 വർഷമായി പലതരത്തിലുള്ള മാർക്കറ്റിംഗ് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇവരുടെ കയ്യിൽ കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റാണുള്ളത്. അതായത് ഫേസിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകളുമായി പലതരത്തിൽ ഇവർ മാർക്കറ്റ് ചെയ്ത് നോക്കി. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ച് ഡീലേഴ്സ് ത്രൂ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. ആദ്യത്തെ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 2 കോടി രൂപ നഷ്ടം സംഭവിച്ചു. കാരണം ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സമീപിക്കുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അറിയാലോ, പുതിയതായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സൊന്നും അതിനെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. കാരണം ബ്രാൻഡിന് വിസിബിലിറ്റി ഇല്ല, റീച്ചില്ല, ആളുകളിലേക്ക് ഒരു കൺവിൻസിങ് പവർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കക്കാരായ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും പലപ്പോഴും ഈ ബ്രാൻഡുകൾ ഏറ്റെടുക്കുന്നത്. അവരും ഒന്ന് പച്ച പിടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും ബ്രാൻഡ് ഏറ്റെടുക്കുന്നത്. ഈ ബ്രാൻഡ് ഏറ്റെടുത്ത് അവർ റീറ്റെയിലറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ റീറ്റെയിലർ ഇതിനെ വളരെ സിമ്പിളായി റിജക്റ്റ് ചെയ്ത് കളയും. കാരണം അവർക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. എഗെയിൻ ആളുകൾക്ക്, കൺസ്യൂമേഴ്സിന് അറിയില്ല. ഓട്ടോമാറ്റിക്കലി റീറ്റെയിലേഴ്സും അവിടെ വയ്ക്കില്ല. അങ്ങനെ ഇത് ഒരു 1-2 വർഷത്തോളം ഈ ഒരു ബലാബലം നടന്നുകൊണ്ടിരിക്കും. എൻഡ് ഓഫ് ദ ഡേ കുറേ കഴിയുമ്പോൾ, കുറേ നഷ്ടങ്ങൾ വരുമ്പോഴാണ് ഓൺട്രപ്രണർ മനസ്സിലാക്കുന്നത് ഇതൊരു വയബിൾ മോഡലല്ല, വർക്ക് ചെയ്യാൻ എളുപ്പമല്ല എന്നുള്ളത്. ഇനഫായിട്ടുള്ള ഫണ്ട് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാത്തത് കൊണ്ടുകൂടിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി പക്ഷേ ഇത് തിരിച്ചറിയുമ്പോഴേക്കും 2-3 കോടി രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അതവർ ട്രൈ ചെയ്ത് നോക്കി. ഓൺലൈൻ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞ് ഓൺലൈനിന് വേണ്ടി ഒരു വലിയ വെബ്സൈറ്റൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. ഓൺലൈനിലും കുറച്ചൊക്കെ ഒന്ന് പുഷ് ചെയ്ത് നോക്കി. ഓൺ വെബ്സൈറ്റ് വഴിയും കുറച്ച് ആമസോൺ വഴിയും പുഷ് ചെയ്ത് നോക്കി. എന്നാലും ഏകദേശം 1-1.5 വർഷം പരിശ്രമിച്ച് നോക്കിയിട്ടും അവർക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ വേണ്ടത്ര റിസൾട്ട് കിട്ടാതിരിക്കാൻ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഓൺലൈനിലേക്കൊരു ബ്രാൻഡ് വരുമ്പോൾ, നമ്മുടെ ഓൺ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രെയിം വർക്കിൽ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ ക്രാഷ് ആവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനൊക്കെ തമ്പ് റൂൾസ് ഉണ്ട്. അതൊന്നും പാലിച്ചിട്ടില്ല. അങ്ങനെ ഒരു 4-5 വർഷം അങ്ങനെ കടന്നുപോയി. പലതരത്തിലുള്ള പല ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് പലതരത്തിൽ ഇവർ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും ഇതുവരെയായിട്ട് അവർക്ക് ഏകദേശം 5-6 കോടി രൂപയോളം നഷ്ടം വന്നു എന്നുള്ളതാണ് സത്യം. എന്നിട്ടും അവരുടെ പ്രൊഡക്റ്റുകളൊന്നും മൂവ് ചെയ്തിട്ടില്ല, കെട്ടിക്കിടക്കുന്നു. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണോ പ്രശ്നം എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. പ്രൊഡക്റ്റ് ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്തു. ആദ്യം വന്നപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ പലപ്പോഴും ഈ MNC പ്രൊഡക്റ്റിൻ്റെ അത്രയൊക്കെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു 8P അനാലിസിസ് അവിടെ നടത്തി. അപ്പോൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി അറ്റ് പാർ വിത്ത് MNC പ്രൊഡക്ട്സാണ്. നല്ല പ്രൊഡക്റ്റ് ക്വാളിറ്റി. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യന് ഇത് അറിയണ്ടേ? അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്ന ഭാഗം, അറിയാമെന്ന് പറഞ്ഞാൽ പ്രൊമോഷനാണ്. പ്രൊമോഷൻ എന്ന് പറയുന്ന ഭാഗം നോക്കുമ്പോൾ ഇവർ പ്രൊമോഷനിൽ കൃത്യമായ ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നല്ല ആളുകളെന്ന് ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ കുറച്ച് പ്രീമിയം ലെവലിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് എബവ് ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. പക്ഷേ ഇവരൊന്നും ഇതുവരെ അപ്പർ മിഡിൽ ക്ലാസ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രൊമോഷൻസ് വർക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആയിരുന്നു. ഈ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായി വളരെ ജനറിക് ആയിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതൊരു റിയൽ ഇഷ്യൂ ആണെന്ന് മനസ്സിലായി. നമ്മൾ പ്രൈസിലേക്ക് വന്നപ്പോഴാണ് മറ്റൊരു രസകരമായ കാര്യം. ഇവരാദ്യം ഇവരുടെ ക്വാളിറ്റിയിൽ ഇവർ കോൺഫിഡൻ്റ് ആയിരുന്നുകൊണ്ട് ആദ്യം നല്ല പ്രൈസിലാണ് പ്ലേസ് ചെയ്തത്.
പക്ഷെ കുറച്ച് 6 മാസം ഇത് ഓടിച്ചപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവരുടെ പ്രൈസ് അവർ തന്നെ ഭയങ്കരമായിട്ട് താഴ്ത്തി. അപ്പോൾ ആളുകൾ വീണ്ടും കൺഫ്യൂസ്ഡായി, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൺഫ്യൂസ്ഡായി. സത്യം പറഞ്ഞാൽ പ്രൈസ് ആയിരുന്നില്ല അവിടുത്തെ വിഷയം, അവരുടെ ബിസിനസ് മോഡലായിരുന്നു അവരുടെ വിഷയം. അപ്പോൾ പ്രൈസ് അവരിപ്പോൾ താഴ്ത്തിയാണ് കൊടുക്കുന്നത്. പ്രീമിയം ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ട്, പക്ഷെ പ്രൈസ് കുറവാണ്. പ്രൊമോഷൻസ് വളരെ ജനറിക്കാണ്. വളരെ പ്രധാനപ്പെട്ട ചില റിയലൈസേഷനുകളാണ്, കണ്ടെത്തലുകളാണ്. അതിനുശേഷം പ്ലേസ് ആണ്, എവിടെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അവൈലബിലിറ്റി ബിഗ് ഇഷ്യൂ. ഈ അവൈലബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ ഒക്കെ പുഷ് ചെയ്ത് പല ചെറിയ ഷോപ്പുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എവിടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്ഥലം പറയാനില്ല, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. മോഡേൺ ഔട്ട്ലെറ്റുകളിൽ മാത്രമാണോ? അങ്ങനെയല്ല, ചിലപ്പോൾ ഉണ്ടാവാം മോഡേൺ ഔട്ട്ലെറ്റ്സിലും. ഇതാണ് ഉത്തരം. അപ്പോൾ പ്ലേസിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എവിടെയാണ് വേണ്ടത്? കുറച്ചൊരു പ്രീമിയമായിട്ട് പ്ലേസ് ചെയ്യുന്ന സംഭവമാണെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പോൾ മോഡേൺ ഔട്ട്ലെറ്റ്സിലൊക്കെ ആയിരിക്കും കൂടുതൽ വേണ്ടത്, അല്ലേ? അപ്പം അവിടെ ഇല്ല, അപ്പോൾ പല സ്ഥലങ്ങളിലും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന മോഡേൺ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ വലിയ ഹൈപ്പർ മാർക്കറ്റ്സിലൊന്നും പോയാൽ പല സ്ഥലങ്ങളിലും കാണുന്നില്ല. അവരുടെ ലിസ്റ്റിംഗ് ഫീ ഒക്കെ ചോദിക്കുന്നുണ്ട്, അവിടെ ഒന്നും കയറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അടുത്തത് പ്രോസസ്സാണ്. നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന സർവീസ് മാർക്കറ്റിങ്ങിൽ മാത്രമല്ല, ആക്ച്വലി പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിലും പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള സെയിൽസ് പ്രോസസ്സ് ഉണ്ടോ? മാർക്കറ്റിംഗ് പ്രോസസ്സ് ഒന്നുമില്ല, നത്തിങ്. കാരണം എന്താ വെച്ചാൽ പ്രോസസ്സ് ഏറ്റവും അവസാനം ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ്. ആദ്യം കൊടുക്കേണ്ട കാര്യമാണ്, പക്ഷേ ഏറ്റവും അവസാനം കൊടുക്കുക. കാരണം സെയിൽസാണ് നമുക്ക് പ്രധാനം. സെയിൽസ് നടക്കുന്നതോടെ എന്നിട്ട് പ്രോസസ്സൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ സെയിൽസ് ഇതുവരെ നടക്കാത്തതുകൊണ്ട് ഇതുവരെ പ്രോസസ്സ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രോസസ്സിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. അപ്പോൾ ഇതുവരെയുള്ള പീകൾ നോക്കുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കിടക്കുക. ഒറ്റ അലൈൻമെൻറ്റിൽ വരണം ഈ പീസൊക്കെ, അപ്പോഴാണ് ഈ സാധനം വർക്കാവുന്നത്. അടുത്തത് പീപ്പിളാണ്. ആരാണ് കൂടുതലുള്ളത്? ആദ്യം ഒരു ടീമിനെയൊക്കെ ഇവർ റിക്രൂട്ട് ചെയ്തു. ഏതോ ഒരു റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻറ്റിന് കൊടുത്ത് കുറേ ആളുകളെയൊക്കെ കൊണ്ടുവന്നു. പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, പ്രോപ്പർ HR പോളിസി ഇല്ലാത്തതുകൊണ്ട്, പ്രോപ്പർ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തരായി ഓരോ മാസങ്ങളിൽ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം വന്ന ഒറ്റ ആൾ പോലും ടീമിലില്ല. 7-8 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആരും തന്നെ ഇപ്പോൾ ടീമിലില്ല. എല്ലാം പുതിയ ആളുകളാണ്. അതും പല ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു ടീമാണുള്ളത്. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ ടീമിൻ്റെ കാര്യത്തിൽ, പീപ്പിളിൻ്റെ കാര്യത്തിൽ പ്രശ്നമാണ്. അഗെയിൻ പാക്കേജിങ്ങിൻ്റെ കാര്യത്തിൽ, പാക്കേജിങ് ഒരു പ്രീമിയം ലെവലിലുള്ള പാക്കേജിങ് അല്ല. അവർ നമ്മളുടെ ഒരു മലയാളി മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് പാക്കേജിങ്ങിന്, ഡിസൈനിനൊന്നും പൈസ കൊടുത്ത് നമുക്ക് പരിചയമില്ല. ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കും, അത്യാവശ്യം കളറൊക്കെ വെച്ച് ഒരു ഡിസൈനായി നമ്മൾ ഹാപ്പിയായി. തെറ്റാണ്. നമ്മൾ കൊടുക്കുന്ന ആളുകൾ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പ്രീമിയം ക്ലാസ് ഒക്കെ ആണെങ്കിൽ അവർ ഡിസൈനിൽ വളരെയധികം ബോധേഡാണ്. അവർ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് ഡിസൈൻ മോശമാണെങ്കിൽ അവരത് മേടിക്കില്ല. അപ്പോൾ ഡിസൈൻ, പാക്കേജിങ്, അതുപോലെ തന്നെ ഫിസിക്കൽ എവിഡൻസ്, മറ്റുള്ള ബാക്കിയുള്ള എല്ലാ ഫിസിക്കലായിട്ടുള്ള എവിഡൻസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെയും ഒരു അലൈൻമെൻറ്റ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞങ്ങളപ്പോൾ വർക്ക് ചെയ്തു തുടങ്ങി. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. പ്രൊഡക്റ്റ് ക്വാളിറ്റി നമ്മൾ കമ്പയർ ചെയ്ത് അതിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലേക്ക് വന്നു. പിന്നെ പാക്കേജിങ് ഡെഫിനറ്റ്ലി മാറ്റണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് പാക്കേജിങ്ങിൽ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ പ്രൊഡക്റ്റ് കണ്ടല്ലോ കൊള്ളാം, അടിപൊളി, ആരും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ളൊരു ഫീല് അപ്പോൾ തന്നെ വന്നു. പിന്നെ വേണ്ടത് ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് മുമ്പേ ഓൾറെഡി നമുക്കറിയാം എന്താണ്. ഈ അപ്പർ മിഡിൽ ക്ലാസ്, കുറച്ച് അപ്പർ ക്ലാസ്. അപ്പം ഈ കോസ്മെറ്റിക്കുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഒരു കോസ്മെറ്റിക് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് പോയി മേടിക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ. അവർക്ക് എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷനോ റെഫറൻസോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു എന്നൊക്കെ ആരെങ്കിലും പറയുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരും. അപ്പം അവിടെ ഒരു അവെയർനെസ്സിൻ്റെ ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ റെഫറൻസിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നേരിട്ട് പോയിട്ട് ഇത് മോഡേൺ ഔട്ട്ലെറ്റ്സിൽ വെച്ചാൽ ഇത് വിറ്റുപോകാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ ബ്യൂട്ടി പാർലേഴ്സ് ത്രൂ, സലൂൺസ് ത്രൂ ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കേരളത്തിലുള്ള 1000 സലൂണുകളിലേക്ക് ഇത് എത്തിക്കാനായിട്ട്, 1000 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സലൂണുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് 1000 സലൂണുകളുണ്ട്. ആ 1000 സലൂണുകളെ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. അങ്ങനെ വലിയ അഡ്വർടൈസ്മെൻറ്റുകളില്ലാതെ സലൂൺസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് 1000 സലൂൺസിനെ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ 1000 സലൂൺസിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം 400 സലൂണുകൾ, അതായത് 40% സലൂണുകളിലേക്ക് നമുക്ക് ഈ സാധനം പ്ലേസ് ചെയ്യാൻ പറ്റി. ഒപ്പം തന്നെ അവരെ നമ്മളുടെ ബിസിനസ് അസോസിയേറ്റ്സ് ആക്കി മാറ്റാൻ പറ്റി. അപ്പം അവിടെ ഹെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ഇവരുപയോഗിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റെഫറൻസ് മാർക്കറ്റിംഗ് എന്നുള്ള മോഡലിൽ
കാര്യങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്താ മെച്ചമുള്ളത്? നമുക്ക് ഒരുപാട് ഹൈറാർക്കീസ് ഇല്ല, വളരെ ഈസി ആയിട്ട് മാനേജബിൾ ആയിട്ടുള്ള ഈ 400 ആളുകളാണുള്ളത്. അവരുമായിട്ട് സ്ഥിരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് ഓഫേഴ്സും സ്കീമുകളും കൊടുക്കുക, അവരുടെ ഒരു കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഇത് പല ആൾക്കാർക്കും ചെയ്യാവുന്നതാണ്, പക്ഷേ അത്ര എളുപ്പമല്ല, നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. കാരണം ഇവരൊരു സ്കാറ്റേർഡ് കമ്മ്യൂണിറ്റിയാണ്. ഇവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുത്ത് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഹിലാരിയസ് ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ഈ 400 ആളുകളെ ഒരുമിച്ച് നിർത്താനും അതിൽ നിന്ന് ആളുകളിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനും ഒക്കെ കൃത്യമായ റിവ്യൂ സിസ്റ്റം, ഫോളോ അപ്സ് ഒക്കെ വേണം. കൃത്യമായി ഇവരുടെ അടുത്തേക്ക് സാധനങ്ങൾ എത്തിക്കണം. ഇതൊക്കെ വലിയ പണി തന്നെയാണ്. എങ്കിൽ പോലും കോസ്മെറ്റിക്സ് അത്യാവശ്യം ഒരു മാർജിനുള്ള ബിസിനസ് ആയതുകൊണ്ട് അവർക്കും അത് സെല്ല് ചെയ്യുമ്പോൾ മാർജിൻ കിട്ടുമായിരുന്നു, നമുക്കും മാർജിനുണ്ട്. ഒരു വിൻ വിൻ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ പ്രൊമോഷൻ, പ്ലേസ് എന്ന് പറയുന്ന 2 കാര്യങ്ങളും അവിടെ അഡ്രസ്ഡായി. അതുപോലെ തന്നെ ഈ സലൂണുകളുടെ അടുത്തുള്ള മോഡേൺ ഔട്ട്ലെറ്റുകളിൽ ഈ സലൂണിൻ്റെ റെഫറൻസ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനം പതുക്കെ കയറ്റി തുടങ്ങി. അങ്ങനെ അത്യാവശ്യം കുറച്ച് 400 ഇല്ലെങ്കിലും നമുക്കൊരു 100-200ഓളം മോഡേൺ ഔട്ട്ലെറ്റുകളിൽ എൻട്രി കിട്ടി വളരെ ഈസി ആയിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സലൂണുകളുടെ ഒരു നെറ്റ്വർക്കും മോഡേൺ ഔട്ട്ലെറ്റുകളുടെ നെറ്റ്വർക്കും ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായമില്ലാതെ നമ്മുടെ ഓൺ ടീമിൻ്റെ തന്നെ എഫർട്ടോടുകൂടി നമുക്ക് എത്തിക്കാൻ സാധിച്ചു. വലിയ രീതിയിൽ ആക്ച്വലി മാറ്റങ്ങളുണ്ടായി. ക്യാഷ് ഫ്ലോ വന്നു തുടങ്ങിയപ്പോൾ തന്നെ അവർ ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ മരിച്ചു തുടങ്ങിയിരുന്നൊരു ബ്രാൻഡാണ്. പക്ഷെ അവിടെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അറിയില്ല, ചിലപ്പോൾ മരിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ, ആ ധൈര്യമായിരിക്കാം. പുള്ളി നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളായിരുന്നു. അതായത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾ. ചില ആളുകളുണ്ട് നമ്മൾ പറയുന്നത് കേൾക്കും, എല്ലാം സമ്മതിക്കും, ഇംപ്ലിമെൻറ്റേഷനിൽ ഡിലേ വരുത്തും. ഒരുപാട് അത് നോക്കാം, പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്യാം, അല്ലെങ്കിൽ അതിന് കുറേ കൺസേൺസ് ഉണ്ട്, ഞാൻ ചർച്ച ചെയ്യട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് നാളെ തന്നെ റിസൾട്ട് വേണം. അപ്പോൾ റിസൾട്ട് എവിടെ എന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് റിസൾട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം റൈറ്റ് ടൈമിൽ റൈറ്റ് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടൂ. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ചില ക്ലയൻസ് ഉണ്ട്, നമുക്ക് മന്ത്ലി റിക്കറിങ് ഫീ ആണ്. അപ്പോൾ ഒരു ഡേറ്റിലാണ് ഫീ വരുന്നത്. ചില ആളുകൾ നല്ല ക്ലയൻസ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ കൃത്യമായിട്ട് ഫീ തരുന്ന ആളുകളുണ്ട്. ചില ആളുകളോട് ഫീ ചോദിക്കുന്ന സമയത്ത് അവർ പറയും, അല്ല അന്ന് ആ പറഞ്ഞ കാര്യം ശരിയായില്ല, അത് ഇതുവരെ നടന്നിട്ടില്ല. നടത്താത്തത് അവരാണ്. നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു റിപ്ലൈ പോലും കൃത്യമായി തന്നിട്ടുണ്ടാവില്ല, നടന്നിട്ടില്ല എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഫീ വൈകിപ്പിക്കുന്നതിന് വേണ്ടി. വളരെ മോശം ആറ്റിറ്റ്യൂഡാണ് അത്. അങ്ങനെയുള്ള ആളുകൾ ഒരു കാരണവശാലും ഒരു ഓൺട്രപ്രണർ ആവാൻ യോഗ്യനായിട്ടുള്ള ആളല്ല. അവർ ആക്ച്വലി ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുകയും വളരെ മൈക്രോ മാനേജ്മെൻറ്റിൽ തട്ടി നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊരു വലിയ വിഷനില്ല. നമുക്ക് പൈസ തരാത്തതുകൊണ്ട് മാത്രം പറയുന്ന കാര്യമല്ല, ഇത് പൈസ തരാത്തതിൻ്റെ റീസണാണ് ഞാൻ പറയുന്നത്. പൈസ ആളുകൾക്ക് നമുക്കെന്നല്ല ആർക്കാണെങ്കിലും കൊടുക്കാത്തതിൻ്റെ ഒരു റീസൺ പ്രധാനമായിട്ടും അവർ വളരെ ചെറിയ കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്നവരാണ്. വലിയ വിഷനിലേക്ക് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിൽ ഈ മാർക്കറ്റ് ഉണ്ടായതിന് ശേഷം നമ്മൾ പ്രോസസ്സ് ഉണ്ടായതിന് ശേഷമല്ല, സൈമൾട്ടേനിയസ്ലി തന്നെ നമ്മൾ കൃത്യമായ പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സെയിൽസ് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് സലൂണിൽ പോയി കഴിഞ്ഞാൽ SOP എങ്ങനെയാണ് ഒരു സെയിൽസ് പേഴ്സൻ്റെ, എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യേണ്ടത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എങ്ങനെ അവരെ ഓൺ റോളിലേക്ക് കൊണ്ടുവരണം, എങ്ങനെയാണ് നമുക്ക് മോഡേൺ ഔട്ട്ലെറ്റ്സിലെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്താണ്, ഇതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടാണ് പ്രോസസ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ പ്രോസസ്സും ഇൻ ലൈനായി. ക്യാഷ് ഫ്ലോ ഒക്കെ വന്നു തുടങ്ങിയതോടുകൂടി അദ്ദേഹം കോൺഫിഡൻ്റ് ആയി, ഓഫീസ് കുറച്ചുകൂടി ബെറ്ററാക്കി, അദ്ദേഹത്തിന് നല്ല ഡീലുകൾ വന്നു. അദ്ദേഹത്തിന് GCCയിൽ നിന്ന് ഒരു ഓർഡർ ലഭിച്ചു. നമ്മൾക്ക് മാർക്കറ്റിംഗ് മെറ്റീരിയൽസും കുറച്ചുകൂടി ഭംഗിയാക്കി കേട്ടോ. അതൊക്കെ വന്നിട്ട് നമ്മളൊരു ഇമെയിൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് GCCയിൽ നിന്ന് ഒരു കണ്ടെയ്നർ ഓർഡർ ലഭിച്ചു. അങ്ങനെ GCCയിലേക്കും സാധനം ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് ഏത് ലെവലിലാണെങ്കിലും, അതായത് മരിച്ചു പോകാൻ സാധ്യതയുള്ളൊരു ബ്രാൻഡാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിസിനസ് മോഡൽ ഒന്ന് ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീവാമ്പ് നിങ്ങളുടെ ബ്രാൻഡിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. പക്ഷേ ഒരു കാര്യം കൃത്യമായി പറയാം, നമ്മൾ പറയുന്ന അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ കൊണ്ടുവരികയും വേണം. എങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓൾ ദ ബെസ്റ്റ്.